വെളുക്കാൻ തെച്ചത് പാണ്ടാവുമോ? പഴഞ്ചൊല്ലുകൾ ചിലപ്പോൾ സത്യമാവാൻ സാധ്യതയുണ്ട്. ഫെയർനെസ് വൈറ്റനിങ് ക്രീമുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലീഡിംഗ് ഫെയർനെസ് ക്രീമുകളിൽ ഹെവി മെറ്റൽസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മറ്റെവിടെയുമല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടത്തിയ ഡെർമറ്റോളജി റിസർച്ച് സ്റ്റഡിയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ജനങ്ങളെ നിറത്തിന്റെ പേരിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്ന ചില കോർപ്പറേറ്റുകളുടെ മുതലെടുപ്പ് മാത്രമാണ് ഈ ഫെയർനെസ് വൈറ്റനിങ് ക്രീമുകൾ. ദുർബലരായ ജനങ്ങളെ ചൂഷണം ചെയ്യുക. ഇറ്റ്സ് പ്യുവർ എത്തിക്കൽ ഡംപിംഗ്. ഈ ഫെയർനെസ് വൈറ്റനിങ് ക്രീമുകളിൽ കണ്ടെത്തിയത് ഹെവി മെറ്റൽസ് ആയ മെർക്കുറിയും ആർസനിക്കും ലെഡ് പോലുള്ള ടോക്സിക് കണ്ടന്റുകൾ. ഇന്ത്യയിൽ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 റൂൾ നമ്പർ 140D ആൻഡ് 135A പ്രകാരം മെർക്കുറി കോസ്മെറ്റിക്കുകളിൽ ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ടും ഇവയെല്ലാം ഇവിടെ വിൽക്കാൻ അനുവദിക്കുന്നത് ഇതെല്ലാം പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ മൗനത്തിന്റെ വില ആരിട്ടതാണ്. ഫെയർനെസ് ക്രീം ഉപയോഗിക്കുന്നവരുടെ ഒരു ചെറിയ സർവേ റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കാം. ഡെയിലി യൂസേഴ്സ് 67.2%, ആഴ്ചയിൽ 4 മുതൽ 6 ദിവസം ഉപയോഗിക്കുന്നവർ 5.2%, ആഴ്ചയിൽ 2 മുതൽ 3 ദിവസം ഉപയോഗിക്കുന്നവർ 12.1%, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നവരുടെ ശതമാനം 15.5%. ഈ റിസർച്ചിനായി തിരഞ്ഞെടുത്തത് കേരളത്തിൽ പല റീറ്റെയിൽ ഷോപ്പുകളിൽ നിന്നായി റാൻഡമായി തിരഞ്ഞെടുത്ത 12 ലീഡിംഗ് ബ്രാൻഡുകൾ. അവയിൽ മെർക്കുറിയും ആർസനിക്കും ലെഡും കണ്ടെത്തിയത് 4 ബ്രാൻഡുകളിൽ: ഫെയർ ആൻഡ് ലവ്ലി ആന്റി മാർക്സ്, ഫെയർ ആൻഡ് ലവ്ലി ആയുർവേദിക് കെയർ, പോൺസ് വൈറ്റ് ബ്യൂട്ടി, ഓലെ നാച്ചുറൽ വൈറ്റ്. ഇവയിലൊക്കെ എത്ര പാർട്സ് പെർ ബില്യൺ ആണ് ഹെവി മെറ്റൽസ് കണ്ടെത്തിയത്? വിശദമായ വിവരങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലും ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലും റിപ്പോർട്ടുകൾ സഹിതം അവൈലബിൾ ആണ്. ജനിച്ചപ്പോൾ കിട്ടിയ നിറം അവിടെ ഇരുന്നോട്ടുന്നേ, അല്ലെങ്കിലും നിറത്തിലെന്ത് കാര്യം, ഗുണത്തിലല്ലേ കാര്യം.